നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ടിയം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോമൺ ആയിട്ട് നോർമൽ ആയിട്ടുള്ള പബ്ലിക് ഒരു 100-ൽ ഒരു 90-95% ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോർമൽ ആയിട്ട് നമ്മൾ FD-യിലായിരിക്കും. FD-യിൽ തന്നെയായിരിക്കും കൂടുതൽ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കിട്ടുന്ന റിട്ടേൺ എത്രയായിരിക്കും? അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ഒരു 7% ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ. ഇതൊരു നോർമൽ സിനാരിയോ ആണ്. ഇപ്പൊ നോർമൽ സിനാരിയോയിൽ നമ്മൾ കൂടുതൽ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് അറിയാവുന്ന ആൾക്കാരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ 7% റിട്ടേണിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഒരു 20 ഇയറിലേക്കൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7% റിട്ടേൺ വെച്ച് നമുക്ക് ഒരു 20 വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു 19 ലക്ഷം രൂപ, അതിന്റെ അകത്ത് 14 ലക്ഷം രൂപ ഇൻട്രസ്റ്റും പ്ലസ് 5 ലക്ഷം കൂടി 19 ലക്ഷം രൂപ നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മറിച്ച് ഇതൊന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് കൂടുതലുണ്ട്, റിട്ടേണും കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ബാസ്കറ്റ് ഓഫ് സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മോശമില്ലാത്ത കുറച്ചും കൂടെ ഹയർ റിട്ടേൺ ഇതുവരെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ഈ സെയിം ആയിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ വന്നിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 12-15% നമുക്ക് അപ്രോക്സിമേറ്റ് നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് കുറെ വർഷങ്ങളായിട്ട്. അപ്പൊ നമ്മൾ ഒരു 20 വർഷത്തിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു 5 ലക്ഷം എന്നുള്ളത് നമുക്ക് നേരിട്ട് ഒരു 81 ലക്ഷം എന്നുള്ള എമൗണ്ടിലേക്ക് മാറും. അപ്പം നമുക്കറിയാം ഈ ഒരു 5 ലക്ഷത്തിൽ നിന്ന് 19 ലക്ഷത്തിലേക്ക് പോകുമ്പോൾ ഏകദേശം 3 ഇരട്ടി 4 ഇരട്ടിയിലേക്കാണ് വന്നത്. മറിച്ച് ഇത് ഒരു 15 ഇരട്ടി റിട്ടേൺ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് തരുന്നുണ്ട്. ഒരു കാര്യം ഓർത്തിരിക്കുക, എന്ന് പറഞ്ഞ് ചില ആളുകളുണ്ട് നമുക്ക് ഈ 5 ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ചെയ്യാൻ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് FD ഇട്ടോട്ടെ. FD ഇടുന്നത് നമുക്കൊരു 3 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു FD ഇടാം. അതുപോലെ തന്നെ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് ഒരു 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യാം. ഏറ്റവും ലാർജ് ക്യാപ് ബ്ലൂ ചിപ്പ് കമ്പനികളുള്ള മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട്, ഗോൾഡ്, ഇതിന്റെ കോമ്പിനേഷൻ എടുക്കാം. നല്ലൊരു ഡൈവേഴ്സിഫിക്കേഷൻ വെച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു 3 ലക്ഷം വളർന്ന് നമുക്ക് ഒരു 7% റിട്ടേൺ വെച്ചാണ് കിട്ടുന്നതെങ്കിൽ, 7% വെച്ച് റിട്ടേൺ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു 20 വർഷം കഴിയുമ്പോഴത്തേനും ഇത് 11 ലക്ഷത്തിലേക്ക് പോയേനെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 2 ലക്ഷം 15% വെച്ചാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ ഒരു എമൗണ്ട് എത്രയിലേക്ക് പോയേനെ? ഈ ഒരു എമൗണ്ട് 32 ലക്ഷത്തിലേക്ക് പോയേനെ. അപ്പൊ ടോട്ടലായിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് 43 ലക്ഷം എന്നുള്ള ഒരു വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചേനെ. ഈ ഒരു വെൽത്ത് നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് SWP എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് നമുക്കൊരു പെൻഷൻ റിട്ടയർമെന്റ് പ്ലാൻ അപ്ലൈ ചെയ്ത് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് അറിയാവുന്നവരും ഇപ്പോഴും FD-യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ FD-യിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് പ്ലാൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ അതൊന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് കുറച്ച് മാർക്കറ്റിലേക്കും ബാക്കിയുള്ളത് FD-യിലേക്കും വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ മാർക്കറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വലിയ റിട്ടേൺ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഞാനൊരു ഇൻഫർമേഷന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സെറോദ. അപ്പൊ സെറോദയുടെ അക്കൗണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതുവഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സീറോ ബ്രോക്കറേജോട് കൂടി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക്, IPOs എല്ലാം വാങ്ങാനും സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.